Good morning. Today's topic is pointer. Pointer is a special variable that is capable of storing some address. പോയിന്റർ എന്ന് പറയുന്ന ഒരു വേരിയബിൾ തന്നെയാണ്. നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന വേരിയബിൾ പോലെ തന്നെ ഒരു വേരിയബിൾ തന്നെയാണ് പോയിന്റർ എന്ന് പറയുന്നത്. പിന്നെ എന്താണ് അത് സ്പെഷ്യൽ ആക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് സ്റ്റോർ ചെയ്യുന്നത് മറ്റൊരു വേരിയബിളിൻ്റെ അഡ്രസ്സിനെയാണ്. അപ്പം അഡ്രസ്സിനെ സ്റ്റോർ ചെയ്യുന്ന ഒരു വേരിയബിൾ ആയതുകൊണ്ടാണ് ഇതിനെ സ്പെഷ്യൽ വേരിയബിൾ എന്ന് പറയുന്നത്. പോയിന്റർ ഓൺലി കണ്ടെയ്ൻ ദി അഡ്രസ് ഓഫ് അനദർ വേരിയബിൾ. പോയിന്റർ എന്തിനെ മാത്രമേ സ്റ്റോർ ചെയ്യത്തുള്ളൂ? ഏതെങ്കിലും വേരിയബിളിൻ്റെ അഡ്രസ്സിനെ മാത്രമേ പോയിന്റർ വേരിയബിൾ സ്റ്റോർ ചെയ്യത്തുള്ളൂ. അപ്പോൾ പോയിന്റർ എന്ന് പറഞ്ഞാൽ എന്ത് മാത്രമാണ്? ഒരു വേരിയബിൾ മാത്രമാണ്. പക്ഷേ അത് എന്തിനെ മാത്രമേ സ്റ്റോർ ചെയ്യത്തുള്ളൂ? മറ്റൊരു വേരിയബിളിൻ്റെ അഡ്രസ്സിനെ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം യൂസ് ചെയ്യുന്ന ഒരു വേരിയബിളാണ് പോയിന്റർ വേരിയബിൾ എന്ന് പറയുന്നത്. എ എന്ന് പറയുന്നത് നമ്മുടെ നോർമലി ഒരു വേരിയബിളാണ്. പി എന്ന് പറയുന്നതിനെ ഞാനൊരു പോയിന്റർ വേരിയബിളായിട്ടാണ് ഇവിടെ കൺസിഡർ ചെയ്തിരിക്കുന്നത്. എക്ക് ഞാനിവിടെ ഒരു വാല്യൂവിനെ ഇനിഷ്യൽ ചെയ്ത് കൊടുത്തു. എയുടെ വാല്യൂ എന്ന് പറയുന്നത് 10 ആണ്. നമുക്കറിയാം എ എന്ന് പറയുന്നത് കാണുമ്പോൾ തന്നെ, സപ്പോസ് അതൊരു ഇൻറ്റിജർ ആണ് എന്ന് അസ്യൂം ചെയ്യുക. ഇൻറ്റിജർ എ എന്ന് കാണുമ്പോൾ തന്നെ സിസ്റ്റം എന്ത് ചെയ്യും? ഒരു മെമ്മറി ലൊക്കേഷൻ, ഒരു ഇൻറ്റിജർ ടൈപ്പ് ഡേറ്റയെ ഹോൾഡ് ചെയ്യാൻ ആവശ്യമായ മെമ്മറി ലൊക്കേഷൻ അവിടെ റിസർവ് ചെയ്ത് വെക്കുകയും ആ റിസർവ് ചെയ്യുന്ന മെമ്മറി ലൊക്കേഷനിലേക്ക് നമ്മൾ കൊടുത്തിരിക്കുന്ന വാല്യൂവിനെ അസൈൻ ചെയ്ത് വെക്കുകയും ചെയ്യും. ഇതൊരു മെമ്മറി ലൊക്കേഷനാണ്. ആ മെമ്മറി ലൊക്കേഷന് നമ്മൾ കൊടുത്തിരിക്കുന്ന വേരിയബിൾ നെയിം എന്ന് പറയുന്നത് എ ആണ്. അതിന് കൊടുത്തിരിക്കുന്ന വാല്യൂ എന്ന് പറയുന്നത് 10 ആണ്. എന്നാൽ നമുക്കറിയാം ഇത് നമ്മൾ മെമ്മറിയെ റെഫർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു വേരിയബിൾ നെയിം കൊടുത്തിരിക്കുന്നത്. ഓൾറെഡി മെമ്മറിക്ക് ഒരു അഡ്രസ്സ് ഉണ്ടായിരിക്കും അല്ലേ? മെമ്മറിയുടെ അഡ്രസ്സ് എന്ന് പറയുന്നത് 1000 ആണ് എന്ന് അസ്യൂം ചെയ്യുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറഞ്ഞത്. എ എന്ന് പറയുന്ന ഒരു വേരിയബിളാണ്. അതൊരു ഇൻറ്റിജർ ടൈപ്പ് വേരിയബിളാണെന്ന് ഞാൻ സ്പെസിഫൈ ചെയ്യുകയാണ്. ഒരു ഇൻറ്റിജർ ടൈപ്പ് വേരിയബിളാണ്. അങ്ങനെയാണെങ്കിൽ ഒരു ഇൻറ്റിജർ മെമ്മറി ലൊക്കേഷൻ നമുക്ക് വേണ്ടി റിസർവ് ചെയ്യും. ആ ഇൻറ്റിജർ മെമ്മറി ലൊക്കേഷനിലേക്ക് 10 എന്ന് പറയുന്ന വാല്യൂവിനെ സ്റ്റോർ ചെയ്യും. ഈ എയ്ക്ക് ഒരു മെമ്മറി അഡ്രസ് ഉണ്ടായിരിക്കും. ആ മെമ്മറി അഡ്രസ് 1000 ആണ് എന്ന് അസ്യൂം ചെയ്യുക. അതേപോലെ തന്നെ അടുത്ത വേരിയബിളാണ്, പോയിന്റർ വേരിയബിളാണ് പി എന്ന് പറയുന്നത്. പി ആരെ ഹോൾഡ് ചെയ്യുമെന്നാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്? പി എന്ന് പറയുന്നത് മറ്റൊരു വേരിയബിളിൻ്റെ അഡ്രസ്സിനെ മാത്രമേ ഹോൾഡ് ചെയ്യൂ. അങ്ങനെയാണെങ്കിൽ ഇവിടെ പി എന്തിനായിരിക്കും ഹോൾഡ് ചെയ്യുന്നത്? എ എന്ന് പറയുന്ന വേരിയബിളിൻ്റെ അഡ്രസ്സിനെ, അതായത് ഇവിടുത്തെ 1000 എന്ന് പറയുന്ന വാല്യൂ ആയിരിക്കും പി ഇവിടെ ഹോൾഡ് ചെയ്യുന്നത്. എന്നാൽ പി ഒരു വേരിയബിളാണ്. പിയെ സംബന്ധിച്ച് 1000 എന്ന് പറയുന്ന വാല്യൂ ആണ്, എയെ സംബന്ധിച്ച് 10 എന്ന് പറയുന്ന വാല്യൂ ആണ് എന്ന് പറയുന്ന പോലെ തന്നെ പിയെ സംബന്ധിച്ച് 1000 എന്ന് പറയുന്ന വാല്യൂ ആണ്. അതേപോലെ തന്നെ പി എന്ന് പറയുന്ന മെമ്മറിക്ക് ഒരു അഡ്രസ്സ് ഉണ്ടായിരിക്കും. ഇവിടുത്തെ അഡ്രസ്സ് എന്ന് പറയുന്നത് 1010 എന്ന് പറയുന്ന അഡ്രസ്സുമാണ്. അപ്പോൾ എ എന്ന് പറയുന്ന വേരിയബിള്, അതിനൊരു വാല്യൂ, അതിനൊരു അഡ്രസ്സ്. നെക്സ്റ്റ് പി എന്ന് പറയുന്ന വേരിയബിള്, പി എന്ന് പറയുന്ന ഒരു പോയിന്റർ വേരിയബിൾ ആയതുകൊണ്ട് ഈ പോയിന്റർ വേരിയബിൾ ആരെ മാത്രമേ ഹോൾഡ് ചെയ്യൂ? മറ്റൊരു വേരിയബിളിൻ്റെ അഡ്രസ്സിനെ മാത്രമേ അതിൻ്റെ വാല്യൂ ആയിട്ട് ഹോൾഡ് ചെയ്യത്തുള്ളൂ. അതുകൊണ്ട് ഇവിടെ 1000 എന്ന് പറയുന്നത് പിയെ സംബന്ധിച്ച് വാല്യൂ ആണ്. പിക്ക് ഇനി ഒരു അഡ്രസ്സ് ഉണ്ടായിരിക്കും, 1010 എന്ന് പറയുന്ന അഡ്രസ്സ്. ഒരു ഇൻറ്റിജറിൻ്റെ മെമ്മറിയെ പറ്റിയാണ്. ഇൻറ്റിജറിൻ്റെ മെമ്മറി എന്ന് പറയുന്നത്, അതായത് ഇൻറ്റിജർ എ എന്ന് പറയുന്നതിൻ്റെ മെമ്മറി എന്ന് പറയുന്നത് ചില സിസ്റ്റം അനുസരിച്ച് ചില കമ്പൈലറിനകത്ത് 2 ബൈറ്റ്സും ചിലതിനകത്തിൽ 4 ബൈറ്റ്സുമാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അപ്പം ഞാൻ 4 ബൈറ്റ്സ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നു. ഒരു മെമ്മറിയെ ഞാൻ റെപ്രസെൻ്റ് ചെയ്തിട്ടിരിക്കുന്നു. ഈ മെമ്മറിയുടെ ഓരോ സെല്ലും എന്ന് പറയുന്നതും 1 ബൈറ്റ് വീതമാണ്. അപ്പോൾ ഇതൊരു ബൈറ്റ്, ഇതൊരു ബൈറ്റ്, ഇതൊരു ബൈറ്റ്, ഇങ്ങനെ കുറേയധികം ബൈറ്റ്സ് ഉള്ള ഒരു മെമ്മറിയാണ് ഞാനിവിടെ ഡ്രോ ചെയ്തിട്ടിരിക്കുന്നത്. ഈ മെമ്മറിക്കെല്ലാം തന്നെ അഡ്രസ്സ് ഉണ്ടായിരിക്കും. ഇത് അങ്ങോട്ടും ഉണ്ട്, അതുകൊണ്ടാണ് ഞാനിവിടെ എക്സെട്ര കാണിച്ചിരിക്കുന്നത്. ഇവിടെ നിന്ന് ഇങ്ങോട്ടും ഉണ്ട്, അതുകൊണ്ട് എക്സെട്ര കാണിച്ചിരിക്കുന്നത്. ഇടയ്ക്കുള്ള 3-4 മാത്രമേ ഞാനിവിടെ സ്പെസിഫൈ ചെയ്തിട്ടുള്ളൂ. ഈ മെമ്മറിയുടെ അഡ്രസ്സ് എന്ന് പറയുന്നത് 1000 ആണ്. ഇതിൻ്റെ അഡ്രസ്സ് എന്ന് പറയുന്നത് 1001. അങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പൊക്കോണ്ടേയിരിക്കുന്നു. എ എന്ന് പറയുന്ന ഒരു ഇൻറ്റിജർ ആണ് എന്ന് പറഞ്ഞു അല്ലേ? അപ്പോൾ ഇൻറ്റിജറിന് 4 ബൈറ്റ്സ് ആണ് ഞാൻ കൺസിഡർ ചെയ്യുന്നതെങ്കിൽ ആദ്യത്തെ ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ 1000-ൽ നിന്നാണ് മെമ്മറി സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ 1000, 1001, 1002, 1003 എന്ന് പറയുന്ന ഇത്രയും ബൈറ്റ്സ്, ഈ 4 ബൈറ്റ്സ് ആയിരിക്കും എക്ക് വേണ്ടിയിട്ട് സിസ്റ്റം റിസർവ് ചെയ്ത് വെക്കുന്നത്. നോക്കിക്കേ, ഇവിടെ എ എന്ന് പറയുന്ന ഒരു ഇൻറ്റിജറിന് വേണ്ടിയിട്ട് നമ്മൾ 1000 മാത്രമേ എഴുതി കൊടുത്തുള്ളൂ. ഇവിടെ 1000 തൊട്ട് 1003 വരെ ഈ എ എന്ന് പറയുന്നതിൻ്റെ മെമ്മറി ലൊക്കേഷനാണ്. ഇനി 2 ബൈറ്റ്സ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നതെങ്കിലും 1000, 1001 എന്ന് പറയുന്നത് ഇതിൻ്റെ മെമ്മറി ലൊക്കേഷൻ ആയിരുന്നു. പക്ഷെ നമ്മളിവിടെ 1000 മാത്രമേ എഴുതിയുള്ളൂ. എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ബേസ് എവിടെയാണോ, നമ്മളൊരു വേരിയബിളിനെ ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ ആ വേരിയബിളിൻ്റെ ബേസ് അഡ്രസ്സ് ഏതാണോ, ബേസ് അഡ്രസ് മീൻസ് അതിൻ്റെ സ്റ്റാർട്ടിങ് അഡ്രസ്സ്, ഈ സ്റ്റാർട്ടിങ് അഡ്രസ്സ് ഏതാണോ അതിനെ മാത്രമേ നമ്മൾ ഇവിടെ റെപ്രസെൻ്റ് ചെയ്യത്തുള്ളൂ, അല്ലെങ്കിൽ അതിനെ മാത്രമേ നമ്മൾ പോയിന്ററിനകത്തിലേക്ക് ആക്സസ് ചെയ്യത്തുള്ളൂ. ബാക്കി ഇൻറ്റിജർ ആണ് എന്നുണ്ടെങ്കിൽ നമ്മൾ ഓട്ടോമാറ്റിക്കലി സിസ്റ്റം അത് എന്ത് മനസ്സിലാക്കിക്കോളും?
ബാക്കിയുള്ളത് കണ്ടിന്യൂസ് മെമ്മറി ലൊക്കേഷൻ ആണ് എന്നുള്ളത് സിസ്റ്റം മനസ്സിലാക്കിക്കോളും. രണ്ട് സ്പെഷ്യൽ ഓപ്പറേറ്റേഴ്സിനെ പരിചയപ്പെടാം. ആൻഡ് ഓപ്പറേറ്ററും സ്റ്റാർ ഓപ്പറേറ്ററും. ആൻഡ് ഓപ്പറേറ്റർ എന്തിനാണ് യൂസ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ അഡ്രസ് അല്ലെങ്കിൽ റെഫറൻസ് ഓപ്പറേറ്റർ എന്നാണ് അതിൻ്റെ പേര്. അഡ്രസ് ഓഫ് അല്ലെങ്കിൽ റെഫറൻസ് ഓപ്പറേറ്റർ. ഇത് വേരിയബിൾസിൻ്റെ അഡ്രസ്സിനെ റെപ്രസെൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് സ്റ്റാർ ഓപ്പറേറ്റർ. ഇതെന്ന് പറയുന്നത് ഇൻഡയറക്ഷൻ ഓപ്പറേറ്റർ അല്ലെങ്കിൽ വാല്യൂ ഓഫ് ഓപ്പറേറ്റർ എന്നാണ് പറയുന്നത്. ആ അഡ്രസ്സിനകത്ത് നമ്മൾ ഏത് അഡ്രസ്സിനാണോ സ്പെസിഫൈ ചെയ്യുന്നത് ആ അഡ്രസ്സിനകത്തിലെ വാല്യൂവിനെ റെഫർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വാല്യൂ ഓഫ് ഓപ്പറേറ്റർ യൂസ് ചെയ്യുന്നത്. അഡ്രസ്സിനെ റെഫർ ചെയ്യാൻ വേണ്ടിയിട്ട് ആൻഡ് ഓപ്പറേറ്ററും വാല്യൂവിനെ റെഫർ ചെയ്യാൻ വേണ്ടിയിട്ട് സ്റ്റാർ ഓപ്പറേറ്ററുമാണ് യൂസ് ചെയ്യുന്നത്. ഇനി നമ്മളൊരു പോയിന്റർ വേരിയബിളിനെ എങ്ങനെ ഡിക്ലെയർ ചെയ്യാമെന്നാണ് നോക്കിയിരിക്കുന്നത്. അതിൻ്റെ സിൻടാക്സ് ഡേറ്റ ടൈപ്പ് സ്പേസ് സ്റ്റാർ പോയിന്റർ നെയിം അല്ലെങ്കിൽ പോയിന്റർ വേരിയബിൾ നെയിം. ഡേറ്റ ടൈപ്സ് സ്റ്റാർ പോയിന്റർ വേരിയബിൾ നെയിം. അല്ല എങ്കിൽ നമുക്കതിനെ വേറൊരു രീതിയിൽ എഴുതാം. ഡേറ്റ ടൈപ്സ് സ്റ്റാർ. ഇവിടെ സ്റ്റാർ സ്പേസ് കഴിഞ്ഞിട്ട് പോയിന്റർ വേരിയബിൾ നെയിമിനോടൊപ്പം ആയിരുന്നുവെങ്കിൽ ഇവിടെ ഡേറ്റ ടൈപ്സിനോടൊപ്പം സ്റ്റാർ കൊടുക്കുന്നു, സ്പേസ് കൊടുത്തിട്ട് പോയിന്റർ വേരിയബിൾ നെയിം കൊടുക്കുക. അതുമല്ല എങ്കിൽ നമുക്ക് ഇങ്ങനെയും എഴുതാം. ഡേറ്റ ടൈപ്സ് സ്പേസ് സ്റ്റാർ സ്പേസ് പോയിന്റർ വേരിയബിൾ നെയിം. ഇത് മൂന്നും സിയെ സംബന്ധിച്ച് ട്രൂ ആയിട്ടുള്ള കേസാണ്. ഇതിൽ ഏത് രീതിയിൽ വേണമെങ്കിലും നമുക്ക് പോയിന്റർ വേരിയബിളിനെ ഡിക്ലെയർ ചെയ്യാം. ഇതിൻ്റെ മൂന്നിൻ്റെ എക്സാമ്പിളാണ് ഇൻറ്റ് സ്പേസ് സ്റ്റാർ പി. ഡേറ്റ ടൈപ്സ് സ്പേസ് പോയിന്റർ വേരിയബിൾ ഇൻറ്റ് സ്പേസ് സ്റ്റാർ പി. രണ്ടാമത്തേന്ന് പറഞ്ഞാൽ ഡേറ്റ ടൈപ്സ് സ്റ്റാർ സ്പേസ് പോയിന്റർ വേരിയബിൾ ആണ്. ഇൻറ്റ് സ്റ്റാർ സ്പേസ് പി. അതുമല്ല എങ്കിൽ ഡേറ്റ ടൈപ്സ് എഴുതുക, സ്പേസ് കൊടുക്കുക, സ്റ്റാർ കൊടുക്കുക, അതിനുശേഷം സ്പേസ് കൊടുക്കുക, പോയിന്റർ വേരിയബിൾ കൊടുക്കുക. ഇൻറ്റ് സ്പേസ് സ്റ്റാർ സ്പേസ് പി. അപ്പം മൂന്ന് രീതിയിലും നമുക്ക് എഴുതാം. ഏതാണോ നമുക്ക് ഏറ്റവും അനുയോജ്യമായ മെത്തേഡ് ആ രീതിയിലേക്ക് യൂസ് ചെയ്യാം. ഞാനിവിടെ ഇത്രയും കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നില്ല. ഒരു മെത്തേഡാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. അതെന്ന് പറയുന്നത് ഇൻറ്റ് സ്പേസ് സ്റ്റാർ പി എന്ന് പറയുന്ന മെത്തേഡാണ് എടുത്തിരിക്കുന്നത്. ഡേറ്റ ടൈപ്സ് സ്പേസ് സ്റ്റാർ പി അല്ലെങ്കിൽ സ്റ്റാർ പോയിന്റർ നെയിം എന്ന് പറയുന്ന രീതിയാണ് എടുത്തിരിക്കുന്നത്. ഇതിൻ്റെ അർത്ഥം എന്താണ്? പി എന്ന് പറയുന്ന ഒരു വേരിയബിളാണ്. നമുക്കറിയാം നമ്മൾ സാധാരണ വേരിയബിളിനെ ഡിക്ലെയർ ചെയ്യുന്നത് ഇൻറ്റ് പി എന്ന് കൊടുക്കാൻ വരുന്നല്ലേ. ഈ സ്റ്റാർ മാത്രം ഇല്ലായിരുന്നു. അതിൻ്റെ മീനിങ് എന്തായിരുന്നു? പി എന്ന് പറയുന്ന ഒരു വേരിയബിൾ തന്നെയാണ് അല്ലേ. ഇവിടെ സ്റ്റാർ എന്തിനെ റെപ്രസെൻ്റ് ചെയ്യുന്നു? പോയിന്ററിനെ റെപ്രസെൻ്റ് ചെയ്യുന്നു. അപ്പോൾ പി എന്ന് പറയുന്നത് എന്തൊരു വേരിയബിളാണ്? സ്പെഷ്യൽ വേരിയബിളാണ്. എന്ത് സ്പെഷ്യാലിറ്റി ആണുള്ളത്? ഇതൊരു പോയിന്ററിനെ റെപ്രസെൻ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ മറ്റൊരു വേരിയബിളിൻ്റെ അഡ്രസ്സിനെ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് പി യൂസ് ചെയ്യുന്നത്. ഇറ്റ് കണ്ടെയ്ൻ എനി ഇൻറ്റിജർ ടൈപ്പ് ഡേറ്റ. നമുക്കറിയാം നമ്മളിവിടെ ഒരു വേരിയബിൾ കൊടുത്തിട്ട് അതിനൊരു ഡേറ്റ ടൈപ്സ് കൊടുത്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതിനകത്തിൽ ഏത് തരത്തിലുള്ള ഡേറ്റയെ മാത്രമേ സ്റ്റോർ ചെയ്യാൻ പറ്റൂ? പി എന്ന് പറയുന്നതിനകത്തിൽ ഇൻറ്റിജർ ടൈപ്പ് ഡേറ്റയെ മാത്രമേ സ്റ്റോർ ചെയ്യാൻ പറ്റൂ. ഈ ഒരു പോയിന്ററിനെ എങ്ങനെ ഇനിഷ്യൽ ചെയ്യാമെന്ന് നോക്കാം. അതിൻ്റെ സിൻടാക്സ് എന്ന് പറയുന്നത് മുമ്പേ നമ്മൾ യൂസ് ചെയ്ത പോലെ പോയിന്റർ വേരിയബിൾ നെയിം ഈക്വൽ ടു ആൻഡ് ഏത് വേരിയബിളിൻ്റെ ആണോ അഡ്രസ്സ് നമുക്ക് സ്റ്റോർ ചെയ്യുന്നത് ആ വേരിയബിൾ നെയിം. പോയിന്റർ വേരിയബിൾ ഈക്വൽ ടു ആൻഡ് നമുക്ക് ഏതിൻ്റെ ആണോ അഡ്രസ്സ് സ്റ്റോർ ചെയ്യേണ്ടത് ആ വേരിയബിൾ നെയിം. എക്സാമ്പിൾ പി എന്ന് പറയുന്നതാണ് നമ്മുടെ പോയിന്റർ വേരിയബിൾ അല്ലേ. പി ഈക്വൽ ടു ആൻഡ് എ എന്ന് പറയുന്ന ഒരു പോയിന്റർ വേരിയബിൾ ആണ്. ഏതിൻ്റെ അഡ്രസ്സിനെ ഹോൾഡ് ചെയ്യണം? എ എന്ന് പറയുന്ന വേരിയബിളിൻ്റെ അഡ്രസ്സിനെ ഹോൾഡ് ചെയ്യണം. അപ്പം നമ്മൾ എന്ത് ചെക്ക് ചെയ്യണം? പി എന്ന് പറയുന്നതും എ എന്ന് പറയുന്നതും ഒരേ ഡേറ്റ ടൈപ്സിലുള്ള എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ കേസിൽ ഇൻറ്റിജർ ആണ്. പി എന്ന് പറയുന്നത് എ എന്ന് പറയുന്നത് ഇൻറ്റിജർ ആയിരിക്കണം, അല്ലെങ്കിൽ അത് രണ്ടും ഫ്ലോട്ടിംഗ് പോയിന്റ് ആയിരിക്കണം. അപ്പോൾ പിയും എയും എന്ന് പറയുന്നതിൻ്റെ ഡേറ്റ ടൈപ്സ് സെയിം ആണ് എങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഈ ഒരു പ്രോസസ്സ് വാലിഡായിട്ട് യൂസ് ചെയ്യാം. ഇത് ഞാൻ പിക്ചറിക്കൽ റെപ്രസെൻ്റ് ചെയ്തു. നമ്മൾ മുമ്പേ കണ്ട ഫിഗർ തന്നെയാണ്. എ എന്ന് പറയുന്ന ഒരു വേരിയബിൾ, അതിനകത്തിലേക്ക് 10 എന്ന് പറയുന്ന വാല്യൂവിനെ കൊടുത്തിട്ടുണ്ട്. അതിനൊരു അഡ്രസ്സ് ഉണ്ട്. ഈ അഡ്രസ്സിനെയാണ് ആര് ഹോൾഡ് ചെയ്യേണ്ടത്? നമ്മൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് എയുടെ അഡ്രസ്സിനെ ആര് ഹോൾഡ് ചെയ്യണം? പി ഹോൾഡ് ചെയ്യണം. അപ്പോൾ പി എന്ന് പറയുന്നത് വീണ്ടും ഒരു വേരിയബിളാണ്. ആരെ ഹോൾഡ് ചെയ്യും? അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് എന്താണ്? എയുടെ അഡ്രസ്സാണ്. പി നോർമലി ഒരു വേരിയബിൾ ആയതുകൊണ്ട് പിക്ക് ഒരു അഡ്രസ്സ് ഉണ്ടായിരിക്കുമല്ലോ. പിയുടെ അഡ്രസ്സിന് ഇവിടെ അത്ര ഇമ്പോർട്ടൻസ് ഒന്നും ഇല്ല എന്ന് നമുക്ക് പറയാം. കാരണം നമ്മൾ പിയുടെ അഡ്രസ്സിനെ അല്ല കാൽക്കുലേറ്റ് ചെയ്യുന്നത്, എയുടെ അഡ്രസ്സിനെ ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. എക്സാമ്പിൾ നോക്കാം. ഇൻറ്റ് എ ഈക്വൽ ടു 10. എ എന്ന് പറയുന്ന ഒരു ഇൻറ്റിജർ ടൈപ്പ് വേരിയബിളാണ്. അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 10 ആണ്. അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ എഴുതിയിട്ടുണ്ട് ഇൻറ്റ് സ്റ്റാർ പി എന്ന് പറഞ്ഞിട്ടുണ്ട്. സ്റ്റാർ പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? പി എന്ന് പറയുന്ന ഒരു പോയിന്റർ വേരിയബിളാണ്. അതിൻ്റെ ഡേറ്റ ടൈപ്സ് എന്ന് പറയുന്നത് ഇൻറ്റിജർ ആണ്. അതുകൊണ്ട് തന്നെ എപ്പോഴെങ്കിലും ഒരു ഇൻറ്റിജർ വേരിയബിളിൻ്റെ അഡ്രസ്സിനെ മാത്രമേ പിക്കകത്ത് ഹോൾഡ് ചെയ്യാൻ പറ്റൂ, അല്ലാതെ ഫ്ലോട്ടിംഗ് പോയിന്റിൻ്റെ ഡബിളിൻ്റെ ഒന്നും പറ്റില്ല. മൂന്നാമത്തെ സ്റ്റെപ്പ് നമ്മൾ പറഞ്ഞിരിക്കുക പി, അതായത് ഈ പോയിന്റർ വേരിയബിൾ പി ഈക്വൽ ടു ആൻഡ് എ. ആൻഡ് എ എന്ന് പറഞ്ഞാൽ എന്താ?
ആൻഡ് എന്ന് പറയുന്ന അഡ്രസ്സാണ്. ഏതിൻ്റെ? എ എന്ന് പറയുന്ന വേരിയബിളിൻ്റെ അഡ്രസ്സിനെ പിക്കകത്തിലേക്ക് അസൈൻ ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇങ്ങനെയാണ് നമ്മളൊരു പോയിന്ററിനെ ഡിക്ലെയർ ചെയ്യുകയും ഇൻസ്റ്റൽ ചെയ്യുകയും ചെയ്യുന്നത്. പോയിന്റർ വേരിയബിളിനെ ഡിക്ലെയർ ചെയ്യുകയും ഇൻസ്റ്റൽ ചെയ്യാനുള്ള സ്റ്റെപ്പാണ്. ആദ്യത്തെ കേസിൽ ആദ്യമേ വേരിയബിളിനെ ഡിക്ലെയർ ചെയ്യണം, അതിനുശേഷം പോയിന്റർ വേരിയബിളിനെ ഡിക്ലെയർ ചെയ്യണം, ദെൻ ആ പോയിന്റർ വേരിയബിളിനകത്തിലേക്ക് വേരിയബിളിൻ്റെ അഡ്രസ്സിനെ പാസ് ചെയ്യണം. ഇത് തന്നെ നമുക്കൊന്ന് ഷോർട്ടാക്കി എഴുതാം. ഇൻറ്റ് എ ഈക്വൽ ടു 10, ആദ്യമേ തന്നെ എയെ 10 ആയിട്ട് അസൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ എന്ത് പറഞ്ഞിട്ടുണ്ട്? ഇൻറ്റ് സ്റ്റാർ പി എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ഓൾറെഡി ഇൻറ്റ് ഉണ്ട്, സ്റ്റാർ പി ആണ്. അടുത്ത സ്റ്റെപ്പിൽ പി ഈക്വൽ ടു ആൻറ്റി എ. അപ്പോൾ സ്റ്റാർ പി ഈക്വൽ ടു ആൻറ്റി എ എന്ന് എഴുതിയാലും ഈ 3 സ്റ്റെപ്പിനെയും കൂടെ ഒന്നിച്ച് ഇങ്ങനെ എഴുതിയാലും കറക്റ്റാണ്. എന്നാൽ തൊട്ടടുത്ത സ്റ്റെപ്പ് നോക്കിക്കേ, ഇൻറ്റ് സ്റ്റാർ പി ഈക്വൽ ടു ആൻറ്റി എ. തെറ്റൊന്നുമില്ല, നമ്മളിവിടെ എഴുതിയാണ് സ്റ്റാർ പി ഈക്വൽ ടു ആൻറ്റി എ എന്നുള്ളത് തെറ്റൊന്നുമില്ല അല്ലേ? അതേപോലെ തന്നെ എ ഈക്വൽ ടു 10, അതും ഇവിടെ എഴുതിയാണ് എ ഈക്വൽ ടു 10. പിന്നെ എന്തുകൊണ്ടായിരിക്കും ഈ സ്റ്റെപ്പ് കറക്റ്റും ഈ സ്റ്റെപ്പ് തെറ്റുമായി മാറിയിരിക്കുന്നത്? നമുക്ക് നോക്കാം. ആദ്യത്തെ സ്റ്റെപ്പാണ് എ ഈക്വൽ ടു 10. എ എന്ന് പറയുന്നതിനൊരു മെമ്മറി ക്രിയേറ്റ് ചെയ്തു, 10 എന്ന് പറയുന്ന വാല്യൂ അതിനകത്തിലേക്ക് അസൈൻ ചെയ്തു, അതിനൊരു മെമ്മറി അഡ്രസ്സും ഉണ്ട്. അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ എന്ത് പറഞ്ഞിരിക്കുന്നത്? സ്റ്റാർ പി ഈക്വൽ ടു ആൻറ്റി എ. പി എന്ന് പറയുന്നത് ഇത് കാണുമ്പോൾ തന്നെ പി എന്ന് പറയുന്നൊരു ഇൻറ്റീജർ ടൈപ്പ് മെമ്മറിയെ ക്രിയേറ്റ് ചെയ്യും. അതിനകത്തേക്ക് എന്ത് വാല്യൂവിനെയാണ് കൊടുക്കുന്നത്? എ എന്ന് പറയുന്നത്, അതായത് നമ്മളിവിടെ ആദ്യമേ തന്നെ ഡിക്ലെയർ ചെയ്ത് എ എന്ന് പറയുന്നതിൻ്റെ വാല്യൂവിനെ പാസ് ചെയ്യും. ഇപ്പോൾ പിക്ക് ഒരു മെമ്മറി അഡ്രസ്സ് ഉണ്ട്, പിക്കകത്തിലേക്ക് വാല്യൂ ഉണ്ട്, അവർ തമ്മിലൊരു കണക്ഷനും ഉണ്ട്. എന്നാൽ രണ്ടാമത്തെ സ്റ്റെപ്പ് നോക്കിക്കേ, ആദ്യമേ തന്നെ സ്റ്റാർ പി ഈക്വൽ ടു ആൻറ്റി എന്നാണ്. സ്റ്റാർ പി എന്ന് പറഞ്ഞാൽ അതൊരു പോയിന്റർ വേരിയബിൾ ആണ്, ഇൻറ്റീജർ ടൈപ്പ് വേരിയബിൾ ആണ് എന്ന് നമുക്ക് മനസ്സിലായി. അപ്പോൾ സിസ്റ്റം എന്ത് ചെയ്യും? ഒരു മെമ്മറിയെ ക്രിയേറ്റ് ചെയ്യും. പി എന്ന് പറയുന്ന വേരിയബിളിന് വേണ്ടിയിട്ട് ഒരു മെമ്മറിയെ ക്രിയേറ്റ് ചെയ്യും. ആ മെമ്മറിക്ക് ഒരു അഡ്രസ്സും ഉണ്ടായിരിക്കും അല്ലേ? രണ്ടാമത്തെ സ്റ്റെപ്പിൽ നമ്മൾ പറയുന്നത് എ ഈക്വൽ ടു ഇൻറ്റി എ ഈക്വൽ ടു 10 ആണ് എന്ന് പറഞ്ഞാൽ ഒരു ഇൻറ്റിജർ ടൈപ്പ് വേരിയബിളിനെ, എ എന്ന പേരുള്ള ഇൻറ്റിജർ ടൈപ്പ് വേരിയബിളിനെ ഡിക്ലെയർ ചെയ്യും. അതിൻ്റെ വാല്യൂ 10 ആയിട്ട് കൊടുക്കും. അതിൻ്റെ അഡ്രസ്സ് എന്ന് പറയുന്നത് 1000-ഉമാണ്. എന്നാൽ ഈ പി എ ക്രിയേറ്റ് ചെയ്തപ്പോൾ എ എന്ന് പറയുന്ന ഒരു മെമ്മറി ഇല്ലായിരുന്നു. പി കഴിഞ്ഞിട്ടാണ് അടുത്ത സ്റ്റെപ്പിലാണ് എ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ പിക്കകത്തിലേക്ക് വാല്യൂവിനൊന്നും നമ്മൾ അസൈൻ ചെയ്യാൻ പറ്റിയിട്ടില്ല. പിന്നീടാണ് എ ക്രിയേറ്റ് ചെയ്തത്. അതുകൊണ്ട് പി എന്ന് പറയുന്നത് എന്താണ്? അതിനകത്ത് ഈ വാല്യൂ ഇല്ലാതെ ബ്ലാങ്ക് ആയിട്ട് കിടക്കും. അതാണ് ഈ സ്റ്റെപ്പ് തെറ്റാവാനുള്ള കാരണം. അപ്പം നമ്മൾ ഏത് വേരിയബിളിനെ യൂസ് ചെയ്യുന്നത്, അത് നമ്മൾ സി തുടങ്ങിയ കാലം തൊട്ട് പറയുന്നതാണ്. നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നോ അതിന് മുമ്പായിട്ട് തന്നെ നമ്മൾ അതിനെ സ്പെസിഫൈ ചെയ്തിരിക്കണം. ഇവിടെ എ എന്ന് പറയുന്നത് സ്പെസിഫൈ ചെയ്തിട്ടായിരുന്നു പി എ ഡിക്ലെയർ ചെയ്തിരുന്നെങ്കിൽ കറക്റ്റ് ആയതിനെ. ഇവിടെ എ സ്പെസിഫൈ ചെയ്തത് പിക്ക് ശേഷമായതുകൊണ്ടാണ് ഈ ഒരു സ്റ്റെപ്പ് തെറ്റായി മാറിയത്. പ്രോഗ്രാം നോക്കാം. ആദ്യമേ തന്നെ ഹാഷ് ഇൻക്ലൂഡൊക്കെ നമ്മൾ കൊടുത്ത് സെറ്റ് ചെയ്തു. പിന്നീട് നമ്മൾ നേരത്തെ കണ്ട പോലെ തന്നെ എ എന്ന് പറയുന്ന വേരിയബിൾ കൊടുത്തു, പി എന്ന് പറയുന്ന പോയിന്റർ വേരിയബിൾ കൊടുത്തു, എയുടെ മെമ്മറി അഡ്രസ്സിനെ പിക്കകത്തിലേക്ക് നമ്മൾ അസൈൻ ചെയ്ത് കൊടുത്തു. ഇനി ഇത് എന്ത് ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യുമെന്ന് നോക്കാം. പ്രിൻ്റ് വാല്യൂ ഓഫ് എ. എയുടെ വാല്യൂവിനെ പ്രിൻ്റ് ചെയ്യാനാണ് പറഞ്ഞത്. ഇത് ഞാനൊന്ന് വരച്ചിട്ടു എന്നേ ഉള്ളൂ. എക്ക് വേണ്ടിയിട്ട് ഒരു മെമ്മറി ക്രിയേറ്റ് ചെയ്തു, വാല്യൂവിനെ അസൈൻ ചെയ്ത് കൊടുത്തു, പോയിന്റർ വേരിയബിളിനെ ഡിക്ലെയർ ചെയ്തു. സെക്കൻഡ് സ്റ്റെപ്പാണിത്. പോയിന്റർ വേരിയബിളിനെ ഡിക്ലെയർ ചെയ്തു, അതിനൊരു മെമ്മറി അഡ്രസ് ഉണ്ട്. മൂന്നാമത്തെ സ്റ്റെപ്പ് ആ പോയിന്റർ വേരിയബിളിനകത്തിലേക്ക് നമ്മൾ വാല്യൂവിനെ കൊടുത്തു. എന്തിൻ്റെ വാല്യൂ? എയുടെ വാല്യൂവിനെ കൊടുത്തു. അപ്പോൾ ആദ്യത്തെ 3 സ്റ്റെപ്പിൻ്റെ ഫിഗറാണ് വരച്ചിട്ടിരിക്കുന്നത്. ഇനി നമുക്ക് പറയാം വാല്യൂ ഓഫ് എ. എയുടെ വാല്യൂ പ്രിൻ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് നമ്മൾ നോർമലി എല്ലാ പ്രോഗ്രാമിലും ചെയ്യുന്ന പോലെ തന്നെയാണ് അല്ലേ? എയുടെ വാല്യൂവിനെ പ്രിൻ്റ് ചെയ്യാൻ പറഞ്ഞാൽ എന്ത് ചെയ്യും? സിസ്റ്റം എക്കകത്തിൽ വന്നിട്ട് അതിനകത്തിൽ കിടക്കുന്ന വാല്യൂ എന്താണോ അതിനെ പ്രിൻ്റ് ചെയ്യും. ഇവിടുത്തെ വാല്യൂ എന്താണ്? 10 ആണ്. അപ്പം സിസ്റ്റം 10നെ പ്രിൻ്റ് ചെയ്യും. അടുത്ത പ്രിൻറ്റിനകത്തിൽ ഞാൻ പറഞ്ഞിരിക്കുന്നത് പിയുടെ വാല്യൂവിനെ പ്രിൻ്റ് ചെയ്യണം. നോക്കിക്കേ, ഇവിടുത്തെ കൺട്രോൾ സ്ട്രിങ്ങിനകത്തിലൊരു മാറ്റം വന്നു. ഇത് രണ്ടും ഇൻറ്റിജർ ആണ് എങ്കിൽ പോലും പി എ പ്രിൻ്റ് ചെയ്യിക്കാൻ അല്ലെങ്കിൽ അഡ്രസ്സ് പ്രിൻ്റ് ചെയ്യേണ്ട കേസിൽ, അത് ഏതൊരു വേരിയബിളിൻ്റെ, പോയിന്റർ വേരിയബിളിൻ്റെ അല്ല എങ്കിൽ പോലും ഏതൊരു വേരിയബിളിൻ്റെ ആയാലും അഡ്രസ്സ് പ്രിൻ്റ് ചെയ്യിക്കുന്ന കേസിൽ വരുമ്പോൾ നമ്മൾ %x ആണ് യൂസ് ചെയ്യുന്നത്. എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹെക്സാ ഡെസിമൽ എന്നുള്ളതിനെ റെപ്രസെൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എക്സ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് അഡ്രസ്സ് ആയതുകൊണ്ട് തന്നെ നമ്മൾ ഈ കാണുന്ന 5000 6000 എന്നുള്ള രീതിയിലായിരിക്കത്തില്ല സിസ്റ്റം സ്റ്റോർ ചെയ്യുന്നത്. സിസ്റ്റം എപ്പോഴും ഹെക്സാഡെസിമൽ ഫോർമാറ്റിലായിരിക്കും അഡ്രസ്സിനെ സ്റ്റോർ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് അഡ്രസ്സിനെ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് %x. അപ്പോൾ %x പറഞ്ഞ് നമ്മൾ പി എസ് ഡിസ്പ്ലേ ചെയ്യിക്കുന്നു എന്ന് പറഞ്ഞാൽ പിയുടെ വാല്യൂ. പി എന്ന് പറഞ്ഞാൽ ഇവിടെ വരും. പിക്കകത്തിൽ എന്ത് വാല്യൂ ആണോ കിടക്കുന്നത് ആ വാല്യൂവിനെ ഇവിടെ പ്രിൻറ്റ് ചെയ്യും. എന്തായിരുന്നു പിയുടെ വാല്യൂ? 5000 ആയിരുന്നു. 5000നെ പ്രിൻറ്റ് ചെയ്തു. അടുത്ത സ്റ്റെപ്പിൽ ഞാൻ അഡ്രസ് ഓഫ് എയുടെ അഡ്രസ്സിനെ പ്രിൻ്റ് ചെയ്യാൻ പറയുന്നു. എയുടെ അഡ്രസ്സ് എന്ന് പറയുന്നത് എന്താണ്? 5000 ആണ്. നമ്മൾ പറഞ്ഞ് ഏത് വേരിയബിൾ, പോയിന്റർ വേരിയബിൾ ആണെങ്കിലും അല്ലെങ്കിലും അഡ്രസ്സിനെ പ്രിൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് യൂസ് ചെയ്യാം? %x യൂസ് ചെയ്യാം അല്ലേ? ഇനി അതേപോലെ തന്നെ എ എന്ന് പറയുന്നൊരു പോയിന്റർ വേരിയബിൾ അല്ലാത്തത് കൊണ്ട് ഈ എയുടെ അഡ്രസ്സിനെ എടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഏത് സൈൻ യൂസ് ചെയ്യാം?
അഡ്രസ്സിൻ്റെ സൈൻ ആൻഡ് യൂസ് ചെയ്യാം. നമ്മൾ ഈ സൈൻ നേരത്തെ യൂസ് ചെയ്യുന്നതാണ്. സ്കാനഫ് ഒക്കെ ചെയ്യുമ്പോൾ മെമ്മറിക്കകത്തിലേക്ക് ഡേറ്റാസിനെ കൊടുക്കാൻ വേണ്ടിയിട്ട് ആൻഡ് യൂസ് ചെയ്യണമെന്ന് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് അല്ലേ. അതേപോലെ തന്നെ ഇവിടെ ആ മെമ്മറി അഡ്രസ്സിനെ എടുക്കാൻ വേണ്ടിയിട്ട് ആൻഡ് യൂസ് ചെയ്യുന്നു. അപ്പോൾ ഏഡ് അഡ്രസ്സിനെ എടുക്കാൻ വേണ്ടിയിട്ട് ഒരു പോയിന്റർ വേരിയബിൾ അല്ലാത്തത് കൊണ്ട് ഏഡ് അഡ്രസ്സിനെ എടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് യൂസ് ചെയ്യാം? ആൻഡ് യൂസ് ചെയ്യാം. അപ്പം ഏഡ് അഡ്രസ്സ് എന്താണ്? 5000 ആണ്. എവിടുന്നാണ് വന്നേ? നമ്മൾ ഇവിടുന്നാണ്, ഇതാണ് ഡിക്ലെയർ ചെയ്ത് വെച്ചിരിക്കുന്നത് അല്ലേ. അപ്പം ഏഡ് അഡ്രസ്സ് എന്ന് പറയുന്നത് 5000 ആണ്. നമുക്ക് 5000 ഡിസ്പ്ലേ ചെയ്ത് തരും. അടുത്ത അഡ്രസ് ഓഫ് പിയുടെ അഡ്രസ്സിനെ എടുക്കാം. പിയുടെ അഡ്രസ്സിനെ എടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് യൂസ് ചെയ്യാം? ആൻഡ് പി യൂസ് ചെയ്യാം. പിയുടെ അഡ്രസ്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും? പിക്കകത്തിലേക്ക് വന്നിട്ട് അതിൻ്റെ അഡ്രസ്സ് എന്താണോ അതിനെ ഡിസ്പ്ലേ ചെയ്യും. നമ്മുടെ ഇവിടുത്തെ അഡ്രസ്സ് എന്ന് പറയുന്നത് 7000 ആണ്. അതിവിടെ ഡിസ്പ്ലേ ചെയ്തു. നെക്സ്റ്റ് പോയിന്റർ വേരിയബിൾ യൂസ് ചെയ്തുകൊണ്ട് നമ്മുടെ എ എന്ന് പറയുന്ന വേരിയബിളിനകത്തിലെ വാല്യൂവിനെ എനിക്ക് ഡിസ്പ്ലേ ചെയ്യണം. എന്താ ഞാൻ പറഞ്ഞേ? പോയിന്റർ വേരിയബിളായ പി യൂസ് ചെയ്തുകൊണ്ട് എനിക്ക് എയുടെ വാല്യൂവിനെ ഡിസ്പ്ലേ ചെയ്യണം. അതെങ്ങനെ ചെയ്യിക്കാം? നമുക്കറിയാം പോയിന്റർ വേരിയബിൾ വഴി വാല്യൂവിനെ എടുക്കണമെങ്കിൽ സ്റ്റാർ ആണ് യൂസ് ചെയ്യുന്നത്. നമ്മൾ 2 സ്പെഷ്യൽ ഓപ്പറേറ്റർ പഠിച്ചായിരുന്നു, ആൻഡും സ്റ്റാറും. ആൻഡ് എന്ന് പറയുന്ന അഡ്രസ്സിനെ എടുക്കാൻ വേണ്ടിയിട്ടും സ്റ്റാർ എന്ന് പറയുന്ന വാല്യൂവിനെ എടുക്കാൻ വേണ്ടിയിട്ടുമാണ് എന്ന് നമ്മൾ പറഞ്ഞായിരുന്നു അല്ലേ. അതേപോലെ തന്നെ ഇവിടെ പോയിന്റർ വേരിയബിൾ യൂസ് ചെയ്ത്, അതായത് പി യൂസ് ചെയ്തുകൊണ്ട് എക്കകത്തിലെ വാല്യൂവിനെയാണ് നമുക്ക് എടുക്കേണ്ടത്. എങ്ങനെ എഴുതിയാൽ മതി? സ്റ്റാർ പി. സ്റ്റാർ പി എന്ന് പറഞ്ഞാൽ എന്താണ്? പി എന്ന് പറയുന്നത് പോയിന്റർ വേരിയബിൾ ആണ്. അന്നേരം സിസ്റ്റം നേരെ ഇങ്ങോട്ട് വരും അല്ലേ, പിക്കകത്തിലേക്ക് വരും. എന്നിട്ട് അതിനകത്തിലെ വാല്യൂവിനെ എടുക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. വാല്യൂ എന്താണ്? 5000 എന്ന് പറയുന്ന വാല്യൂ ആണ്. ഇതെന്ന് പറയുന്ന ഒരു മെമ്മറി അഡ്രസ് ആണെന്ന് സിസ്റ്റത്തിന് അറിയാം. സിസ്റ്റം ഉടനെ തന്നെ എന്ത് ചെയ്യും? ഈ മെമ്മറി അഡ്രസ്സിനകത്തിലേക്ക് ലൊക്കേറ്റ് ചെയ്യുകയും ആ മെമ്മറി അഡ്രസ്സിൽ കിടക്കുന്ന വാല്യൂ എന്താണോ ആ വാല്യൂവിനെ ഡിസ്പ്ലേ ചെയ്യുകയും ചെയ്യും. ക്ലിയർ ആണോ പറഞ്ഞേ? സ്റ്റാർ പി. പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിസ്റ്റം പി എന്ന് പറയുന്ന വേരിയബിളിനകത്തിലേക്ക്, പോയിന്റർ വേരിയബിളിനകത്തിലേക്ക് എത്തുകയും ആ പോയിന്റർ വേരിയബിളിനകത്ത് കിടക്കുന്ന വാല്യൂ എന്താണോ ആ വാല്യൂവിനെ സിസ്റ്റം കൺസിഡർ ചെയ്യുകയും ചെയ്യും. ആ വാല്യൂ എന്ന് പറയുന്നത് 5000 ആണ് അല്ലേ. ഇത് സിസ്റ്റം എങ്ങനെ തന്നെ കൺസിഡർ ചെയ്യും? ഇത് മറ്റേതോ ഒരു വേരിയബിളിൻ്റെ അഡ്രസ്സ് ആണ് എന്നുള്ള രീതിയിൽ തന്നെയാണ് സിസ്റ്റം കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ സിസ്റ്റം ഉടനെ എന്ത് ചെയ്യും? ഈ അഡ്രസ്സ് തേടി പോകും. ഈ അഡ്രസ്സിനെ കണ്ടുപിടിക്കുകയും ആ അഡ്രസ്സിൽ കിടക്കുന്ന വാല്യൂ എന്താണോ അതിനെ ഡിസ്പ്ലേ ചെയ്യിക്കുകയും ചെയ്യും. നമുക്ക് എന്ത് ആൻസർ കിട്ടും? 10 എന്ന് പറയുന്ന ആൻസർ കിട്ടും.